January 22nd, shift 2, question number 16. Nitrogen, sulfur, halogen and phosphorus present in an organic compound are detected by Lasagne's test. That's correct. The elements present in the compound are converted from covalent into ionic form by fusing the compound with magnesium in Lasagne's test. മക്കളെ ലസൈൻസ് ടെസ്റ്റിൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിനെ സോഡിയം വെച്ചിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലത്തെ എലമെന്റ്സ് ഇപ്പോൾ ഹാലജൻസ് ആണെങ്കിൽ NaX ഫോം ചെയ്യും, NaCl, NaBr, NaI. അല്ലെങ്കിൽ സൾഫർ ആണെങ്കിൽ Na2S ഫോം ചെയ്യും, സോഡിയം സൾഫൈഡ് ഫോം ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ നൈട്രജൻ ആണെങ്കിൽ NaCN ഫോം ചെയ്യും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ NaX, NaCl, NaBr, NaI അല്ലെങ്കിൽ Na2S അല്ലെങ്കിൽ NaCN ഇവരൊക്കെ ആ എക്സ്ട്രാക്ട് വെള്ളത്തിലിടുമ്പോൾ എന്താ പറ്റുക? ഇത് സ്പ്ലിറ്റ് ചെയ്യും. ഇത് അയണിക് ഇൻ നേച്ചറാണ്. Na+ഉം CN- അല്ലെങ്കിൽ Na+ഉം Cl-, Br-, I- അല്ലെങ്കിൽ Na+ഉം S2- ഒക്കെ ആയിട്ട് വരും. അപ്പം എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം? നമുക്ക് ഈ അയോൺസിനെ വേർതിരിഞ്ഞ് കിട്ടും. സൾഫറിനെ വേർതിരിഞ്ഞ് കിട്ടും, Cl- വേർതിരിഞ്ഞ് കിട്ടും, Br- വേർതിരിഞ്ഞ് കിട്ടും. കോവേലൻ ഫോമിലല്ല അവർ നിൽക്കുന്നത്. കോവേലൻ ഫോമിൽ എന്താ പ്രശ്നം? ഇറ്റ് ഈസ് ലിങ്ക്ഡ്. അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാലും കോമ്പൗണ്ട് ആ ബോണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നത്, പൊട്ടുന്നില്ല. അപ്പം നമുക്കിപ്പോൾ ഒരു Br- ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ടെസ്റ്റ് ചിലപ്പോൾ പോസിറ്റീവ് കിട്ടില്ല. നമുക്ക് Br- വേർതിരിഞ്ഞ് കിട്ടണം, ബ്രോമിനെ ഒറ്റയ്ക്ക് കിട്ടണം, എന്നാലേ ബ്രോമിൻ്റെ ടെസ്റ്റ് ഇടുമ്പോൾ ബ്രോമിൻ്റെ ടെസ്റ്റ് കാണിക്കുള്ളൂ. സൾഫറിനെ ഒറ്റയ്ക്ക് കിട്ടണം, സൾഫർ പൊട്ടി നിൽക്കണം. സൾഫർക്ക് ബോണ്ട് ഫോം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പണിയാണ്. സൾഫർ പൊട്ടി നിൽക്കണം, അല്ലെങ്കിൽ നൈട്രജനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം, എന്നാലേ ഇവരുടെയൊക്കെ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്കത് പോസിറ്റീവായിട്ട് കിട്ടുള്ളൂ. സോ അതുകൊണ്ടാണ് വി ആർ കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു സോഡിയം എക്സ്ട്രാക്ട് ആൻഡ് ദെൻ ഡൂയിങ് ദ ടെസ്റ്റ്. ഓക്കെ ആണോ? അപ്പോൾ അതിൽ നമ്മൾ മഗ്നീഷ്യം അല്ല യൂസ് ചെയ്യുന്നത്, സോഡിയമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് ഫോൾസ്. 66th വണ്ണിൽ നമ്മുടെ ആൻസർ വരാൻ പോകുന്നത് 3 ആണ്. ഓക്കെ, ഇത് ബേസിക്കലി ഏതാണ്? ജനറൽ ഓർഗാനിക് കെമിസ്ട്രി പ്യൂരിഫിക്കേഷൻ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആ ഭാഗത്താണ് ഇത് വരുന്നത്. ഓക്കെ, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന ഭാഗത്താണ് ഇത് വരുന്നത്.